ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് പ്രശ്നോത്തരിയാണ്, എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? അപ്പൊ ഹരേ കൃഷ്ണ പ്രഭു. ഞാനുണ്ട്. ഹരേ കൃഷ്ണ. ശാസ്ത്രി ക്ലാസ് ഉണ്ട്, 7 മണിക്ക് കഴിയുമ്പോ ഞാനൊന്ന് ഇറങ്ങും. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു യാത്രയൊക്കെ പോയി, അയോധ്യ, വാരാണസി അവിടെയൊക്കെ പോയി വന്ന് പനിയൊക്കെ വിട്ടു. അതുകൊണ്ട് അതെയോ? കുറച്ച് നാൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഓക്കെ മാതാജി. ഞാൻ ഓർക്കുകയും ചെയ്തു മാതാജിയെ കാണുന്നില്ല, ഒരു മെസ്സേജ് അയക്കണം എന്താണ് കാണാത്തതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല, തിരക്കൊക്കെ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ ഉം. എല്ലാവരും വിഷു ഒക്കെ ഘോഷിച്ചോ നന്നായിട്ട്? എല്ലാവരും വിഷു ഒക്കെ ഘോഷിച്ചോ നന്നായിട്ട്? ആ, ആ, ഹരേ കൃഷ്ണ. ആ അപ്പം ഞാൻ വിഷു കഴിഞ്ഞെങ്കിലും നിങ്ങളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എല്ലാവർക്കും. അപ്പം അപ്പം നമ്മള് ഹരേ കൃഷ്ണ ഇന്ന് പ്രഭു. പ്രശ്നോത്തരിയിലേക്ക് ആദ്യം കിടക്കുക. അതിനുശേഷം നമുക്ക് വിഷുവിന്റെ പാസ്റ്റ് ടൈംസ് എന്തെങ്കിലും പറയാം ലാസ്റ്റ്. അപ്പൊ പ്രശ്നോത്തരിയിൽ 30 ചോദ്യങ്ങളാണുള്ളത്. 30 ചോദ്യങ്ങൾ, അതില് മൾട്ടിപ്പിൾ ചോയ്സ് ഞാൻ വളരെ കുറവായിരിക്കും. ആ, അതില് തീരുവാനില്ല, മൊത്തം മഴയാ ഭാഗ്യം ഉണ്ടെങ്കിൽ തീരും. 30 ഭയങ്കര ചോദ്യങ്ങളുണ്ട്. ഇടിമഴയാ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട എളുപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരണമല്ലോ. ആ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഭഗവത്ഗീത ഭാവാർത്ഥി എന്നല്ലാതെ പുറത്തുനിന്ന് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. അപ്പൊ ഭാവാർത്ഥം വായിച്ചു നോക്കിയവർക്കൊക്കെ അത് ഒരുപക്ഷെ എളുപ്പമാകാനായിട്ടാണ് സാധ്യത. അപ്പൊ ഞാനത് ഷെയർ ചെയ്യാം. നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. ഉം. അപ്പം എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം ഭഗവത്ഗീത പ്രശ്നോത്തരി 7 ചാപ്റ്റർ. ഒന്നുകൂടി ക്ലിയർ ആക്കോ പ്രഭു? ഹരേ കൃഷ്ണ പ്രഭു, ഒന്നും കൂടി ക്ലിയർ ആക്കുവോ? ഒന്നുകൂടെ വലുതാക്കാൻ മാതാജി, എന്റെ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല, അത് വലുതാക്കാനായിട്ട് പറ്റുന്നില്ല. നോക്കിയിട്ട്. നെറ്റ് ഉപയോഗിക്കുവാൻ കൊള്ളാത്തതായ ആ അപ്പൊ അത് മൊബൈലിൽ വലുതാക്കിയ നിവൃത്തിയുള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ നോക്കിയിട്ട് നടക്കുന്നില്ല. എനിക്കറിയാവുന്ന വിദ്യകൾ കൊണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ കീബോർഡ് ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ കീബോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഞാൻ വായിക്കുന്നുണ്ടല്ലോ, അത് കാരണം കുഴപ്പമില്ല. അപ്പം ഭഗവത്ഗീത പ്രശ്നോത്തരി 7 ചാപ്റ്റർ 2 ശ്ലോക 22 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്നാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും റെഡി ആയിക്കോ. അതിന് ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടെണ്ണത്തിന് ഓപ്ഷൻ ഉള്ളൂ. പിന്നെയുള്ളതിനൊക്കെ നിങ്ങൾ തന്നെ ഉത്തരം എഴുതേണ്ടി വരും. അപ്പൊ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നതിനെ ഭഗവാൻ എന്തിനോട് ഉപമിക്കുന്നു? ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നതിനെ ഭഗവാൻ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? എ ഓപ്ഷൻ എ ശീതവും ഉഷ്ണവും മാറി വരുന്നത് പോലെ. ബി ബാല്യത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നത് പോലെ. സി രജസ് തമോ ഗുണങ്ങളിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് പോലെ. ഡി പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ അണിയുന്നത് പോലെ. ഒന്നും കൂടെ. ജീർണിച്ചു ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നതിനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്തിനോടാണ് ഉപമിക്കുന്നത്? എ ശീതവും ഉഷ്ണവും മാറി വരുന്നത് പോലെ. ബി ബാല്യത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിനോട്. സി രജസ് തമോ ഗുണങ്ങളിൽ നിന്ന് സത്വഗുണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ എന്നതുപോലെ. ഡി പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ അണിയുന്നത് പോലെ. ഉം. ഉം. ഇനി രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ആ ഉത്തരം മുഴുവനായിട്ട് എഴുതണ്ടല്ലോ. അതിന് ഓപ്ഷന്റെ നമ്പർ മാത്രം ഇട്ടാൽ മതി, ഏതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ആരുടെ കാരുണ്യം കൊണ്ടാണ് അണുമാത്രനായ ആത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാവുന്നത്? ആരുടെ കാരുണ്യം കൊണ്ടാണ് അണുമാത്രനായ ആത്മാവിന് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം നടക്കുന്നത്? എ ജീവാത്മാവ്, ബി പരമാത്മാവ്, ബി ആത്മീയ ഗുരു, ഡി യമധർമ്മദേവൻ.
ആരുടെ കാരുണ്യം കൊണ്ടാണ് അണുമാത്രനായ ആത്മാവിന് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റം സാധ്യമാവുന്നത്? എ ജീവാത്മാവിന്റെ, ബി പരമാത്മാവിന്റെ, ബി ആത്മീയ ഗുരുവിന്റെ, ഡി യമധർമ്മദേവൻ. മൂന്നാമത്തെ ചോദ്യം, പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ അഭീഷ്ടം എങ്ങനെയാണ് നിറവേറ്റുന്നത്? അതിന് ഓപ്ഷൻസ് ഇല്ല. പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ അഭീഷ്ടം എങ്ങനെയാണ് നിറവേറ്റുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. അടുത്തത് നാലാമത്തത്, ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷത്തിന്റെ മേൽ ഇരിക്കുന്ന രണ്ട് കിളികളോട് ഉപമിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷത്തിന്റെ മേൽ ഇരിക്കുന്ന രണ്ട് കിളികളോട് ഉപമിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ആരാണ് ആസ്വാദകൻ, ആരാണ് നിരീക്ഷകൻ? ആരാണ് ആസ്വാദകൻ, ആരാണ് നിരീക്ഷകൻ? ആരാണ് ആസ്വാദകൻ, ആരാണ് നിരീക്ഷകൻ? ആറാമത്തെ ചോദ്യം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാദൃശ്യം എന്താണ്, വ്യത്യാസം എന്താണ്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാദൃശ്യം എന്താണ്, എന്താണ് വ്യത്യാസം? ശരിക്കും ഒരു ജീവാത്മാവിന്റെ ഭാവം എന്തായിരിക്കണം? ഏഴാമത്തെ ചോദ്യം, ശരിക്കും ഒരു ജീവാത്മാവിന്റെ ഭാവം എന്തായിരിക്കണം? അടുത്ത ഒൻപതാമത്തെ ചോദ്യം, ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് എന്തുകൊണ്ടാണ് വേർപെടുത്താനാവാത്തത്? എട്ടാമത്തെ പറഞ്ഞില്ലല്ലോ പ്രഭു, എട്ടാമത്തെ. എട്ടാമത്തെയോ?
ഉം. 8. എന്തുകൊണ്ടാണ് ഒരു ജീവാത്മാവിന് നന്നേ ക്ലേശിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഒരു ജീവാത്മാവിന് നന്നേ ക്ലേശിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഒരു ജീവാത്മാവിന് നന്നേ ക്ലേശിക്കേണ്ടി വരുന്നത്? 9. ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് എന്തുകൊണ്ടാണ് വേർപെടുത്താനാവാത്തത്? ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് എന്തുകൊണ്ടാണ് വേർപെടുത്താനാവാത്തത്? പത്താമത്തെ ചോദ്യം. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തം ഏതാണ്? പത്താമത്തേത്. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തം ഏതാണ്? എ ദ്വൈതം, ബി അദ്വൈതം, സി ദ്വന്ദ്വം, ഡി അചിന്ത്യ ഭേദഭേദ തത്വം. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും എന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തം ഏതാണ്? എ ദ്വൈതം, ബി അദ്വൈതം, സി ദ്വന്ദ്വം, ഡി അചിന്ത്യ ഭേദഭേദ തത്വം. ഇനി അടുത്തത് 11. ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? 11. ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? പന്ത്രണ്ട്. ഇതറിയുന്നത് കൊണ്ട് നീ ഈ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതറിയുന്നത് കൊണ്ട് നീ ഈ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതറിയുന്നത് കൊണ്ട്? ഇതറിയുന്നത് കൊണ്ട് നീ ഈ ശരീരത്തെ പറ്റി ദുഃഖിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതറിയുന്നത് കൊണ്ട്? ഇനി 13. ചോദ്യം. ജീവാത്മാവിന് ഒരിക്കലും ഭഗവാനോട് തുല്യനാകാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ജീവാത്മാവിന് ഒരിക്കലും ഭഗവാനോട് തുല്യനാകാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ഇനി 14. വൈഭാഷിക സിദ്ധാന്തം പറയുന്നത് എന്താണ്? വൈഭാഷിക സിദ്ധാന്തം പറയുന്നത് എന്താണ്? പതിനഞ്ച്. എന്തുകൊണ്ടാണ് തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നത്?
എന്തുകൊണ്ടാണ് തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നത്? പതിനാറ്, ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ എന്തു വിളിക്കുന്നു? ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയാ ധർമ്മ അനുയായികൾ എന്തു വിളിക്കുന്നു? എന്ത് പേരിലാണ് വിളിക്കുന്നത്? ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമ്മ അനുയായികൾ എന്തു വിളിക്കുന്നു? പതിനേഴ്, ആത്മാവിനെപ്പറ്റി അറിയുവാനുള്ള ഏറ്റവും ലളിതമായ രീതി ഏത്? 17, ആത്മാവിനെപ്പറ്റി അറിയുവാനുള്ള ഏറ്റവും ലളിതമായ രീതി ഏത്? പതിനെട്ട്, ഒരാൾക്ക് കൃഷ്ണനെ അതേപടി എങ്ങനെ അറിയാൻ കഴിയും? ഒരാൾക്ക് കൃഷ്ണനെ എങ്ങനെ അതേപടി അറിയാൻ കഴിയും? പിന്നെ അടുത്തത് 19, യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവേശം വരുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? യുദ്ധത്തിൽ ഹിംസയുടെ ആവശ്യം വരുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കുവാൻ കഴിയും? 20, ക്ഷത്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്ഷത്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരുപത്തിയൊന്ന്, ഏത് രണ്ട് കാര്യങ്ങളാണ് ഹിംസയായി പരിഗണിക്കപ്പെടാത്തത്? ഏത് രണ്ട് കാര്യങ്ങളാണ് ഹിംസയായി പരിഗണിക്കാത്തത്? ഇരുപത്തിരണ്ട്, വർണ്ണാശ്രമധർമ്മം എന്നാൽ എന്ത്? വർണ്ണാശ്രമധർമ്മം എന്നാൽ എന്ത്?
23, ജീവിതത്തെ എങ്ങനെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കാനായിട്ട് കഴിയും? ജീവിതത്തെ എങ്ങനെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും? 24, യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണെന്ന് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ട്? യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ് എന്ന് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ട്? 25, ക്ഷത്രിയന്റെ ധർമ്മത്തെപ്പറ്റി തന്റെ നീതി സംഹിതയിൽ വിവരിച്ചിട്ടുള്ള മഹാത്മാവ് ആരാണ്? ക്ഷത്രിയന്റെ ധർമ്മത്തെപ്പറ്റി തന്റെ നീതി സംഹിതയിൽ വിവരിച്ചിട്ടുള്ള മഹാത്മാവ് ആരാണ്? എ വ്യാസമുനി, ബി സഞ്ജയൻ, സി പരാശരമുനി, ഡി കൗടില്യൻ. ഒന്നുകൂടെ, ക്ഷത്രിയന്മാരുടെ ധർമ്മത്തെപ്പറ്റി തന്റെ നീതി സംഹിതയിൽ വിവരിച്ചിട്ടുള്ള മഹാത്മാവ് താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ആരാണ്? എ വ്യാസമുനി, ബി സഞ്ജയൻ, സി പരാശരമുനി, ഡി കൗടില്യൻ. 26, മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തേക്കാൾ കഷ്ടമായത് എന്ത്? മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തേക്കാൾ കഷ്ടമായത് എന്ത്? 27, ദിവ്യമായ അവബോധം എന്താണ്? ദിവ്യമായ അവബോധം എന്താണ്? 27, ദിവ്യമായ അവബോധം എന്താണ്? 28, ഒരാൾക്ക് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോടോ കടപ്പാടൊന്നും ഇല്ലാതാകുന്നത് എപ്പോഴാണെന്നാണ് ഭാഗവതം പറയുന്നത്? ഒരാൾക്ക് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോടോ പ്രത്യേകിച്ച് കടപ്പാടൊന്നും ഇല്ലാതാവുന്നത് എപ്പോഴാണ് എന്നാണ് ഭാഗവതം പറയുന്നത്? അടുത്തത് 29, ഏതറിഞ്ഞു പ്രവർത്തിച്ചാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാം എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? ഏതറിഞ്ഞു പ്രവർത്തിച്ചാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാം എന്നാണ്
ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുക എങ്ങനെ പ്രവർത്തിച്ചാൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാം. അടുത്തത് 30-ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം. സാഖ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാഖ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ 29-ാമത്തെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ പ്രഭു കേട്ടില്ല. ഏതറിഞ്ഞ് പ്രവർത്തിച്ചാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. എളുപ്പമായിരുന്നോ? കുറച്ചെളുപ്പമായിരുന്നു. മുഴുവനില്ല, കുറച്ചെളുപ്പം. വേറെ പകുതി ആരും മാർക്ക് കാണുന്നില്ല? എന്തായാലും കിട്ടും. ബാക്കിയുള്ളവരൊക്കെ കണ്ടം വഴി ഓടിയോ? കാണുന്നില്ല ആരെയും. എല്ലാരും ഉണ്ടാവും. നമ്മുടെ ആള് കുറവാണ്. പ്രശ്നത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതാണ്, അറിയില്ല. അപ്പൊ നമ്മള് ഉത്തരങ്ങളിലേക്ക് പോവാണ്. മാതാജി, മഴയൊക്കെ കുറഞ്ഞ കാണുമെന്ന് വിചാരിക്കുന്നു. മഴ പെയ്തോണ്ടിരിക്കുന്നു, ഇടിയില്ല, മഴ പെയ്യുന്നു. അതെയോ? മഴ ഇടിയുണ്ട്, മഴ മാറുന്നുമില്ല, കറണ്ട് പോയി, ഇൻവെർട്ടർ തീരാറേയായി, അത് കിടന്ന് പോകുന്നു. എന്നാ ഞാൻ അതിപ്പോ പെട്ടെന്ന് ഞാൻ ഉത്തരങ്ങളിലേക്ക് കിടക്കാണ്, ഇൻവെർട്ടർ ഓഫ് ആകുന്നതിന് മുൻപേ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നതിന് ഭഗവാൻ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ഉത്തരം ഡി. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ അണിയുന്നത് പോലെ. ഉത്തരം ഡി ആണ്. ഡി. ശരിയായ ഉത്തരം ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം, ആരുടെ കാരുണ്യം കൊണ്ടാണ് അണുമാത്രനായ ആത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത്? എ ജീവാത്മാവ്, ബി പരമാത്മാവ്, ഡി ആത്മീയ ഗുരു, ഡി യമധർമ്മദേവൻ. ബി ആണോ പ്രഭു? ബി പരമാത്മാവ്. ബി ആ, പരമാത്മാവിന്റെ ബി. കാരുണ്യം കൊണ്ട്. ഒരു സംശയം ഉണ്ടായിരുന്നു ഗുരുവാണോ എന്ന്. എന്തായാലും ബി ആ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേത്, പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ അഭീഷ്ടം എങ്ങനെയാണ് നിറവേറ്റുന്നത്? പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ അഭീഷ്ടം എങ്ങനെയാണ് നിറവേറ്റുന്നത്? അതിന്റെ ഉത്തരം, ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റുന്നത് പോലെ. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റുന്നത് പോലെയാണ് പരമാത്മാവ് നമ്മളുടെ ആത്മാവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത് തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി. നാലാമത്തെ ചോദ്യം, ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷത്തിന് മേലിരിക്കുന്ന രണ്ട് കിളികളോട് ഉപയോഗിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ആർക്കറിയാവുന്നേ? മുണ്ടകോപനിഷത്ത്, ശ്വേതാധര ഉപനിഷത്ത്. മുണ്ടകോപനിഷത്തും ശ്വേതോശ്വര ഉപനിഷത്തും. അപ്പൊ ഈ രണ്ട് ഉപനിഷത്തുകളിലും പറഞ്ഞിട്ടുണ്ട് എന്താണ്? ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷത്തിന്മേൽ ഇരിക്കുന്ന രണ്ട് കിളികളാണ്. 5, ആരാണ് ആസ്വാദകൻ, ആരാണ് നിരീക്ഷകൻ? ആരാണ് ആസ്വാദകൻ? ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ്. ജീവാത്മാവ് ആസ്വാദകനും പരമാത്മാവ് നിരീക്ഷകനും. ജീവാത്മാവ് ആസ്വാദകനും പരമാത്മാവ് നിരീക്ഷകനും. അടുത്തത് 6-ാമത്തേത്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാദൃശ്യം എന്താണ്? വ്യത്യാസം എന്താണ്? ജീവാത്മാവ് പരമാത്മാവിന്റെ അംശം ആണ്. അല്ല, ഗുണത്തിൽ ഒന്നാണ്, അളവിൽ വ്യത്യസ്തമാണ്. ഗുണത്തിൽ ഒന്നാണ്, അളവിൽ വ്യത്യസ്തമാണ്. ആ
ഏഴാമത്തെ ചോദ്യം, ശരിക്കും ഒരു ജീവാത്മാവിന്റെ ഭാവം എന്തായിരിക്കണം? ദാസ്യഭാവം, ഭഗവത് ദാസ്യഭാവമാണ്. അതെ. അല്ലെങ്കിൽ ആശ്രിത ഭാവം അല്ലെങ്കിൽ സേവക ഭാവം. ആശ്രിത ഭാവം. ആശ്രിത ഭാവം അല്ലെങ്കിൽ സേവക ഭാവം. അതായത് ദാസാനു 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 ഭാവം. സേവകം. ഗോപിയോർ പദകമല ദാസാനു ദാസാനു ഗോപിയോർ ഭൃത്യോരു ദാസാനു 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 എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. ആ, ദാസന്റെ ദാസന്റെ ദാസൻ. ഗോപികമാരുടെ ഭൃത്യന്മാരുടെ ദാസന്മാരുടെ 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 ഭാവം. അതെ. അടുത്തത് എത്രാമത്തെയാണ്? 9. അടുത്ത 8. എട്ടാണോ? 8. എന്താണ് ഒരു ജീവാത്മാവിന് നന്നേ ക്ലേശിക്കേണ്ടി വരുന്നത്? 8 എന്തുകൊണ്ടാണ്? സേവകഭാവം മറന്ന് യജമാന ഭാവമാകുമ്പോൾ. നമ്മൾ ഭഗവാന്റെ സേവകനാണെന്നുള്ള ശരിക്കുള്ള നമ്മളുടെ ഭാവം മറന്നിട്ട് നമ്മൾ യജമാനനാകാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ക്ലേശിക്കേണ്ടി വരുന്നത്. അത് പോയി. യജമാനനാകാൻ സേവകഭാവം എഴുതിയില്ല, യജമാനനാകാൻ അങ്ങനെ എഴുതിയ. മാതാജി മാർക്ക് കൊടുത്തുള്ളത്. നമ്മളുടെ ശരിയായിട്ടുള്ള ഭാവം ഭഗവാനെ സേവകഭാവമാണ്. ആ സേവകഭാവം മറന്ന് നമ്മള് യജമാന ഭാവത്തില് വർത്തിക്കുന്നു. ഭഗവാനെ മറന്ന് മായയിൽപ്പെടുന്നു എഴുതിയിരിക്കുന്നു. ഭഗവാനെ മറന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഭഗവാനെ മറന്ന് യജമാന ഭാവത്തിലെത്തുമ്പോൾ, യജമാന ഭാവം സ്വീകരിക്കുമ്പോൾ. അടുത്ത 9, ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് എന്തുകൊണ്ടാണ് വേർപെടുത്താനാവാത്തത്? അംശമായതുകൊണ്ട്. അതെ, പരമാത്മാവിന്റെ ഭിന്നാംശമായതുകൊണ്ട്. പരമാത്മാവിന്റെ ഭിന്നാംശമായതുകൊണ്ടാണ്. അടുത്തത് 10, ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തം എ ദ്വൈതം, ബി അദ്വൈതം, സി ദ്വന്ദ്വം, ഡി അചിന്ത്യ ഭേദഭേദ തത്വം. ഏതാണ്? 10ാമത്തേത് ബി അദ്വൈതം. അദ്വൈതം. ബി ആണ് അദ്വൈതം. അടുത്തത് 11, ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? ആത്മീയ ഗ്രഹത്തിലേക്ക് കിടക്കാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ എന്നുള്ള ഉപരിലോകത്തിലേക്ക്, അല്ലെങ്കിൽ ആത്മീയ ഗ്രഹമാണ് ഉപരിലോകങ്ങളിലുള്ളത്, അതിലേക്ക് കിടക്കാനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഭക്തിയുത സേവനം ചെയ്യും. ഭക്തിയുത സേവനം ചെയ്താൽ മാത്രമേ ആത്മീയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രവൃത്തി അവരത് ഒരുമിച്ച് പറഞ്ഞു കേൾക്കത്തില്ല മാതാജി. ഒരാൾ പറഞ്ഞിട്ട് അടുത്ത ആള് പറയും. രതിദേവി മാതാജി ഭക്തിയുത സേവനത്തിൽ. പറഞ്ഞു. ഭക്തിയുത സേവനത്തിൽ മുഴുകി ഇരിക്കുന്നത്. അതിന് മാർക്ക് സേവനത്തിലൂടെ കൊടുത്തോളൂ, മാർക്ക് കൊടുത്തു. ശരി, ഞാൻ അഭിയ മാതാജി. ഞാൻ എഴുതിയ ഭഗവത് സേവനത്തിലൂടെ പോകുന്നു. ഭഗവത് സേവനം. കുഴപ്പമില്ല. ഓക്കെ. അതെ, കുഴപ്പമില്ല മാതാജി, ശരി ഉത്തരം തന്നെ. പക്ഷെ ഇവിടെ ഈ പർപ്പട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഉത്തരം തന്നെ എഴുതി വെച്ചിരുന്നത് കേട്ടോ. ഇനി അടുത്തത് 12ാമത്തെ ചോദ്യം, ഇതറിയുന്നത് കൊണ്ട് നീ ഈ ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നു. എന്താണ്? എന്തറിയുന്നത് കൊണ്ടാണ്? നമ്മുടെ ആത്മാവാണ്, ശരീരമല്ല. അല്ല, അചിന്ത്യനും അല്ല, അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവെന്നറിയുമ്പോൾ. എന്റെ കൃഷ്ണ, എഴുതിയിട്ടങ്ങ് കിട്ടി. തെറ്റിപ്പോയി. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ് എന്നറിയുമ്പോൾ. അതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാവാർത്ഥത്തിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ച പല കാര്യങ്ങളാണ്. അടുത്തത് 13ാമത്തേത്, ജീവാത്മാവിന് ഒരിക്കലും ഭഗവാനോട് തുല്യനാകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ജീവാത്മാവ് അണുവാണ്, പരമാത്മാവ് വിഭുവാണ്. ശരിയാണോ? ശരിയായിട്ടുള്ള ഉത്തരം ഒരു കുറച്ചുകൂടെ ഉണ്ട്. ഏകദേശമൊക്കെ അടുത്ത് വരുന്നു.
അദൃശ്യനും ആർക്കറിയാവോ? അതിസൂക്ഷ്മവും ആർക്കറിയാവോ? പരിണാമങ്ങൾ അത് ഇല്ലാത്തത് കൊണ്ടും ഭരണം അപരിമേയനായതുകൊണ്ടും. ഒന്നുകൂടെ പറയാം. അപരിമേയം. അതിസൂക്ഷ്മമാണ്, പരിണാമങ്ങൾ ഇല്ലാത്തത് ആണ്, അപരിമേയനായതുകൊണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. രണ്ട് കാരണേ എഴുതിയുള്ളൂ, ഒരു ജീവാത്മാവ് കാരണേ. അതിസൂക്ഷ്മമാണ്, പിന്നെ എന്താണ്, അതിസൂക്ഷ്മമാണ്, പരിണാമങ്ങൾ ഇല്ലാത്തതാണ്, പിന്നെ പരിണാമം. അപരിമേയനും ആയതുകൊണ്ട് ഒരിക്കലും പരമാത്മാവിനോട് തുല്യനാകാൻ സാധ്യമല്ല. മാർക്കുണ്ടോ? ഇല്ലല്ലോ ഇല്ല. പോയി, അതൊന്നും പോയി. മാർക്കില്ല. പോട്ടെ. ഇനി അടുത്തത് 14. വൈഭാഷിക സിദ്ധാന്തം പറയുന്നത് എന്താണ്? അതായത് ചില ബുദ്ധ സിദ്ധാന്തമൊക്കെ ശരീരവും ബുദ്ധ സിദ്ധാന്തമൊക്കെ എന്താ ശരീരവും പറയുന്നത്? ശരീരം ശരീരവും നശി ആത്മാവും വേറെ അല്ല, വെവ്വേറെ അല്ലല്ല അല്ല. അല്ല ഒന്നാണ് ശരീരം വേറെ. നശിക്കുന്നതോടുകൂടി ജീവൻ അല്ലെങ്കിൽ ആത്മാ ആത്മാവ് ആത്മാവ് ഇല്ലാതാകുന്നു. ജീവൻ ഇല്ലാതാവുന്നു. നിർവാണെന്ന് കേട്ടിട്ടില്ലേ ആ മാതാജി? ശരീരത്തോട് മാതാജി ഒന്ന് ശ്രദ്ധിച്ച് പറയുക. ഇങ്ങനെ ഉറക്കെ പറയരുത്, പലർക്കും ആൻസർ കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും. അതായത് ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വൈഭാഷിക സിദ്ധാന്തം അല്ലെങ്കിൽ ബുദ്ധമത സിദ്ധാന്തം പോലെയുള്ള ഒരു നിർവ്വാണം. എന്താണ്? ഇതിന് ശേഷം ഒന്നുമില്ല, എല്ലാം കലാസ്, ഇതോടുകൂടി തീർന്നു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ശരീരം നശിക്കുന്നതോടുകൂടി ജീവൻ അല്ലെങ്കിൽ ആത്മാവ് ഇല്ലാതാവുന്നു. ഇനി അടുത്ത് 15. എന്തുകൊണ്ടാണ് തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നത്? 15-ാമത്തേത്, എന്തുകൊണ്ടാണ് തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നത്? ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമായതുകൊണ്ട്. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമായതുകൊണ്ടാണ് ഭഗവാൻ അത് പറയുന്നത്. നിന്റെ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ട എന്ന് പറയുന്നത്. 16. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ എന്ത് വിളിക്കുന്നു? ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ നാസ്തികർ. ശരിയായിട്ടുള്ള ഉത്തരം നാസ്തികർ. 17. ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ രീതി ഏതാണ്? വേദപഠനത്തിലൂടെയല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതേപടി സ്വീകരിക്കുക. ഇതാണല്ലേ ആത്മാവിനെ പറ്റി അറിയാനുള്ള ഏറ്റവും ലളിതമായ രീതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതേപടി അനുസരിക്കുക. അങ്ങനെയല്ല എഴുതിയത്. 18. ഒരാൾക്ക് കൃഷ്ണനെ അതേപടി എങ്ങനെ അറിയാൻ കഴിയും? ഒരാൾക്ക് കൃഷ്ണനെ എങ്ങനെ അതേപടി അറിയാൻ കഴിയും? അത് പലർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. സേവനാണ്. അല്ല, ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ അഹൈതുകമായ കരുണ കൊണ്ട്. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ അഹൈതുകമായ കരുണ കൊണ്ടാണ് നമുക്ക് എങ്ങനെ കൃഷ്ണനെ അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഗുരുവാണ് ആ പരിശുദ്ധ കൃഷ്ണഭക്തൻ. കൃഷ്ണനെ അതേപടി അറിയാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ അഹൈതകമായ കാരുണ്യം വേണം. അതായത് ഗുരുവാണ് നമ്മൾ ഒരു ഗുരുവിൽ കൂടി. അതെ. അടുത്ത 19. യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്. ഹിംസയ്ക്ക് പാപമില്ല. കൊന്നാൽ സ്വർഗം കിട്ടും, ജയിച്ചാൽ രാജ്യം കിട്ടും. ശകലം വ്യത്യാസം വരും മാതാജി അതില്. ദൈവഹിത അനുസരിച്ചിട്ട് വേണം നമ്മൾ അതിനെ സാധൂകരിക്കേണ്ടത്. ഒരിക്കലും തന്നിഷ്ടപ്രകാരമല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മളിപ്പോ സൈനികരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പട്ടാളത്തിലൊക്കെ, ഇന്ത്യൻ പട്ടാളത്തിലൊക്കെ. അപ്പൊ പട്ടാളക്കാരൊക്കെ തന്നിഷ്ടപ്രകാരം വഴിയെ കാണുന്നവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും പാപമുണ്ട്. പക്ഷെ ഒരു കമാൻഡർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു ആവശ്യം വന്ന് ഒരു യുദ്ധം വരുവാണ്. യുദ്ധം വരുന്ന സമയത്ത് കമാൻഡർ ഓർഡർ കൊടുക്കുവാണ്, അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ലോ ആൻഡ് ഓർഡർ പാലിച്ചു. അപ്പൊ അങ്ങനെയുള്ളതിന്
എന്താണ് സാധൂകരിക്കാൻ പറ്റും അങ്ങനെയുള്ളത്. അതായത് ദൈവഹിത അനുസരിച്ചിട്ട് അത് സാധൂകരിക്കണം, ഒരിക്കലും തന്നിഷ്ടപ്രകാരം ആകരുത്. അതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് 20. ക്ഷത്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കുന്ന ക്ഷത്രത്തിൽ നിന്ന് അറിവേൽപ്പിക്കപ്പെട്ട ത്രാണനം ചെയ്യുന്നവൻ. എന്താണ് ക്ഷത്രം? ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. രക്ഷിക്കുന്നവൻ. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. പ്രജകളെ ക്ലേശത്തിൽ നിന്നും രക്ഷിക്കും. എന്നാലും മാർക്ക് കൊടുത്തോളൂ മാതാജി. അങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തില്. അതെ, ആ കുഴപ്പമില്ല. ഇനി 21. ഏത് രണ്ട് കാര്യങ്ങളാണ് ഹിംസയായി പരിഗണിക്കപ്പെടാത്തത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 21. ഏത് രണ്ട് കാര്യങ്ങളാണ് ഹിംസയായി പരിഗണിക്കാത്തത്? യുദ്ധത്തിൽ കൊല്ലുന്നത്, യുദ്ധത്തിൽ കൊല്ലുന്നത്. യാഗത്തിൽ ചെയ്യുന്ന ജന്തുബലി, യാഗത്തിൽ ചെയ്യുന്ന ജന്തുബലി. എനിക്ക് മനസ്സിലായി, ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? യുദ്ധത്തിലെ ഹിംസ. അതായത് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസ എങ്ങനെയായിരിക്കണം? മതതത്വം അനുസരിച്ചിട്ടുള്ള രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസ. മതതത്വം അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മള് വെറുതെ യുദ്ധം ചെയ്യുന്ന അല്ല, മതതത്വം അനുസരിച്ച്. മതം എന്താണ്? അവിടെ ക്ഷത്രിയനാണ് അല്ലെ? ക്ഷത്രിയൻ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താ? രാജ്യരക്ഷ അല്ലെ? അതാണ് മതതത്വം അനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും ഒരു യാഗശാലയിൽ ചെയ്യുന്ന ജന്തുബലിയും. ഇത് രണ്ടും ഓതറൈസ്ഡ് ആണ്. 22. വർണ്ണാശ്രമധർമ്മം എന്നാൽ എന്ത്? ഇന്നത്തെ സമാചാരങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. എന്താണ് വർണ്ണാശ്രമധർമ്മം എന്നാൽ എന്ത്? മനുഷ്യധർമ്മമായ സ്വധർമ്മം ചെയ്യുന്നത്. ശാരീരിക പ്രകൃതികൾക്ക് അനുസൃതമായ നീതകർമ്മം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്വധർമ്മം ചെയ്യുന്നതിനെയാണ് വർണ്ണാശ്രമധർമ്മം പറയുന്നത്. ശരീര പ്രകൃതികൾക്ക് എന്താണ് ശരീരപ്രകൃതി? ഒരു ബ്രാഹ്മണന്റെ ശരീരപ്രകൃതി യുദ്ധം ചെയ്യാനുള്ളതാണോ? അല്ല. അവന് വേദാധ്യയനല്ല, വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ക്ഷത്രിയൻ എന്താണ്? നല്ല ശരീരം എടുക്കും. എന്താണ്? ചാടിയ വയറൊക്കെയാണ് ക്ഷത്രിയനുള്ളത്. യുദ്ധം ചെയ്യാനായിട്ടുള്ള കൽപ്പുള്ള ശരീരവും അതനുസരിച്ചുള്ള മുഷ്ടിബലം ഉണ്ട്. വൈശ്യർക്കോ കച്ചവടം ചെയ്യാനും കൃഷി ചെയ്യാനുള്ള ശരീരപ്രകൃതി. ശൂദ്രർക്ക് മറ്റുള്ളവർക്കൊക്കെ സേവ ചെയ്യാനുള്ള. അതായത് ശരീരപ്രകൃതികൾക്ക് അനുസൃതമായ നിയതകർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം ചെയ്യുക. അതാണ് വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി അടുത്തത്, ജീവിതത്തെ എങ്ങനെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കും? ധർമ്മം ചെയ്ത് ഭഗവത് സേവനം ചെയ്ത് ശരിയാണോ? ഭഗവത് സേവനം ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞാൽ ശരി. ഉന്നത പ്രാമാണികരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുമ്പോൾ. അതായത് ഉന്നത പ്രാമാണികർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഗുരുക്കന്മാരാണ് അല്ലെ? അവരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുമ്പോൾ. ഇവിടെ ഭഗവാനാണ് ഉന്നത പ്രാമാണികര്. നമ്മളുടെ കാര്യത്തിൽ എന്താണ്? ഗുരുവിന്റെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുമ്പോൾ നമ്മളുടെ കർത്തവ്യം. ഇപ്പൊ ക്ഷത്രിയനാണെങ്കിൽ അവന്റെ കർത്തവ്യം. അവിടെ ഭഗവാനാണ് അർജുനന് ആ ഉന്നത പ്രമാണിയായിട്ട് വന്നത്. നമ്മുടെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ സ്വകർത്തവ്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ്? ഉന്നത പ്രാമാണികരുടെ ആജ്ഞപ്രകാരം സ്വകർത്തവ്യം നിറവേറ്റുമ്പോൾ. ഇരുപത്തിനാല് 24ആയോ? യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ് എന്ന് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും അല്ല, സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. മുക്തി കിട്ടും. യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ ഭാഗ്യവാന്മാരാണ് എന്ന് പറയാൻ കാരണം എന്താണ്? സ്വർഗ കവാടം അവർക്ക് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുന്നു. ഇനി 25. ക്ഷത്രിയന്റെ ധർമ്മത്തെപ്പറ്റി തന്റെ നീതി സംഹിതയിൽ വിവരിച്ചിട്ടുള്ള മഹാത്മാവ് ആരാണ്? എ വ്യാസമുനി, ബി സഞ്ജയൻ, സി പരാശരമുനി, ഡി കൗണ്ഡിന്യൻ. അതായത് ഞാൻ പറയുമ്പോ ഒന്നും സംസാരിക്കാതെ ഇരിക്കുക, പറഞ്ഞു കഴിഞ്ഞ്. ആരാണ്? സി പരാശരമുനി. 26. മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമായത് എന്ത്?
ഇത് അറിയത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. മാന്യനായ ഒരു വ്യക്തി. ഭൗതിക എഴുതാം. ദുഷ്കീർത്തി. ദുഷ്കീർത്തി. ദുഷ്കീർത്തിയാണ്. 27. ദിവ്യമായ അവബോധം എന്താണ്? ആത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ളത്. അല്ല, എന്തും കൃഷ്ണന് വേണ്ടി ആവണം എന്നത്. ദിവ്യമായ അവബോധം എന്ന് പറഞ്ഞാൽ എന്തും കൃഷ്ണന് വേണ്ടി ആവണം എന്നുള്ളത്. 28. ഒരാൾക്ക് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തോടോ യാതൊരു കടപ്പാടും ഇല്ലാതാവുന്നത് എപ്പോഴാണെന്നാണ് ഭാഗവതം പറയുന്നത്? അറിയാമോ? ഈ ഭൗതിക ലോകത്തു നിന്ന് മുക്തനാകുമ്പോൾ. അല്ല, സർവധർമാൻ പരിത്യജിച്ചാൽ നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഇവിടെ ഭാഗവതം എന്താണ് പറഞ്ഞത്? സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ച് കൃഷ്ണന് അല്ലെങ്കിൽ മുകുന്ദന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്നവൻ. അവർക്ക് ഋഷിമാരുമായിട്ടോ പൊതുജനങ്ങളുമായിട്ടോ മാനവ സമുദായമായിട്ടോ ഒന്നും യാതൊരു കടപ്പാടുമില്ല. കാര്യം എന്താണ്? അവർ സർവകർമ്മങ്ങൾ ഉപേക്ഷിച്ച് മുകുന്ദൻ അല്ലെങ്കിൽ കൃഷ്ണന് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഋഷികളോടോ ദേവന്മാരോടോ പിതൃക്കളോടോ പൊതുജനത്തോടോ മാനവ സമുദായത്തോടോ യാതൊരു കടപ്പാടും നിർവഹിക്കേണ്ടതായിട്ടില്ല. കാര്യം എന്താണ്? അവര് സർവ്വതം സ്വാത്മാർപ്പണം ചെയ്തിരിക്കുകയാണ് സാക്ഷാൽ മുകുന്ദന്റെ പാതാരബിന്ദത്തിൽ. അവർക്ക് മറ്റൊരാളോടും യാതൊരു കടപ്പാടും നിബന്ധനയും ഇല്ല, ബന്ധനസ്ഥനും അല്ല അവര്. അടുത്തത് 29. ഏതറിഞ്ഞ് പ്രവർത്തിച്ചാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? ഏതറിഞ്ഞു പ്രവർത്തിച്ചാൽ. 29 എന്താണ്? ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്താൽ. ഭാരതീയ മാതാജി പറഞ്ഞ കറക്റ്റ് ആണ്. ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്താൽ എന്താണ്? കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാം. ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്താൽ. അടുത്തത് 30. സാങ്ക്യം എന്ന വാക്കിന് അർത്ഥം എന്താണ്? ബുദ്ധിയോഗമാണോ പ്രഭു? അല്ല, ആത്മാവിനെയും ശരീരത്തെയും പറ്റിയും അപഗ്രഥിച്ച് വിവരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, 2 സാങ്ക്യം എന്ന് പറഞ്ഞാൽ 2 ആത്മാവ് ശരീരവും അതുപോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും, അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്നു. നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സാങ്ക്യയോഗം ആത്മാവിനെ ശരീരത്തെ അപഗ്രഥിച്ച് വിവരിക്കുന്ന ശാസ്ത്രം. ആത്മാവിനെ പറ്റി ശരീരത്തെ പറ്റിയും അപഗ്രഥിച്ച് വിവരിക്കുന്ന ശാസ്ത്രം. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും മാർക്ക് ഒന്ന് കൂട്ടി നോക്കിയോ? മാർക്ക് കൂട്ടി നോക്കി എല്ലാവരും.
അപ്പൊ ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കുവാണ്. ആ, കുട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവരും. സബിത മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് 19 മാർക്ക്. ഹരിബോൾ. 30-19. ആ ഹരേ കൃഷ്ണ, ഹരിബോൾ. ഹരേ. നല്ല മാർക്കാണ്. അതെ അതെ. കാര്യം കുറച്ച് ടഫായിട്ട് തോന്നും, ഓപ്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം. അതായത് പ്രഭു ഇപ്രാവശ്യം ഒത്തിരി ശ്ലോകങ്ങൾ തന്നല്ലോ. അപ്പൊ കുറച്ച് എനിക്ക് ആദ്യത്തെ ശ്ലോകങ്ങളിൽ മാത്രമേ കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അവസാനം ഒന്നും ഓർമ്മ നിൽക്കുന്നില്ലല്ലേ? ശരിയാണ് മാതാജി, ഓർമ്മ നമുക്ക് വലിയ പാടാണ് കിട്ടാൻ. ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി. സുജന മാതാജി. സുജന മാതാജി, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. 14 14. ഹരേ കൃഷ്ണ. 14 14. ആദ്യക്കാണ് ശരിയായത്. അതെയല്ലേ? ആദ്യമൊക്കെയാണ് ശരിയായത്. അവസാനത്തെയാണ് കൂടുതൽ നോക്കിയിരുന്നത്. അതിന് അവസാനത്തിന് വലിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, അതെ. ഒരുപാട് വന്നിട്ടില്ല. ഓക്കെ. ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി. ഭാരതി മാതാജി. 15. ഹരേ കൃഷ്ണ, ഹരിബോൾ. മാതാജി ഇത്രയും നമുക്ക് ക്ലാസ്സിൽ കയറാതിരുന്നിട്ട് മാതാജിക്ക് 15 കിട്ടിയല്ലോ. അതുപോലെ ചില ചോദ്യങ്ങൾക്ക് മാതാജിയുടെ ആൻസർ വളരെ ആപ്റ്റായിരുന്നു. അപ്പൊ ഇന്നലെ തൊട്ട് നല്ലോണം നോക്കി ഞാൻ. അതായത് തലേ ദിവസം ഇരുന്ന് പഠിച്ചാലുള്ള ആ ഒരു ഇതാണ് നമ്മള് സ്കൂളിലൊക്കെ പരീക്ഷ എഴുതുന്ന പോലെ. ഹരേ കൃഷ്ണ, ലൈല മാതാജി. 10 മാർക്ക് പ്രഭുജി. ഹരേ കൃഷ്ണ, താങ്ക് യു മാതാജി. ഇനി അടുത്തത് വിലാസിനി മാതാജി. വിലാസിനി മാതാജി. 10 മാർക്ക്. 10 മാർക്ക്. ഹരേ കൃഷ്ണ, ഹരിബോൾ. പത്മ മാതാജി. 16 മാർക്ക്. 16 മാർക്ക്. ഹരേ കൃഷ്ണ. അടുത്ത രതി ദേവി മാതാജി. 22 കിട്ടി, 8 പോകും. ഹരേ കൃഷ്ണ, ഹരിബോൾ. 22 മാർക്ക്. അടുത്ത ജ്ഞാനാംബിക മാതാജി. മാതാജിയെ കാണുന്നില്ലല്ലോ. ജ്ഞാനാംബിക മാതാജി, മൈക്ക് ഓൺ ആക്കോ. 17 ഉള്ളു പ്രഭു. 17 മാർക്ക് അല്ലേ? ഹരേ കൃഷ്ണ, ഹരിബോൾ. താങ്ക് യു മാതാജി. അപ്പം ഇനി അടുത്തത് ഉഷാമണി മാതാജി എഴുതിയായിരുന്നോ? ഹരേ കൃഷ്ണ. ഉഷാമണി മാതാജി ചിലപ്പോൾ ജോലിയിലായിരിക്കാം. അപ്പം നമ്മള് ഇത്രയും പേര് എത്ര പേര് എഴുതി? ഒരു മാതാജി ഉണ്ടായിരുന്ന മാതാജി ലീവായി, ശ്രീരഞ്ജിനി മാതാജി. രാധിക മാതാജി ഇന്ന് കയറിയിട്ടുമില്ല. അപ്പൊ അത് കാരണം നമുക്കിന്ന് നോക്കാം. ഇന്നത്തെ വിജയ് രതിദേവി മാതാജിയാണ്, 22 മാർക്ക്. രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് സബിത മാതാജി 19 മാർക്കോടുകൂടി. ഹരിബോൾ. പിന്നെ മൂന്നാം സ്ഥാനം ജ്ഞാനാംബിക മാതാജി 17 മാർക്ക്. നാലാം സ്ഥാനം പത്മ മാതാജി 16 മാർക്ക്. 16 മാർക്ക്. അപ്പൊ എല്ലാവർക്കും വിജയികൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഹരിബോൾ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും പങ്കെടുത്തവർക്കൊക്കെ തന്നെ ഒരുപാട് താങ്ക്സ്. കാര്യം അത് നമ്മൾ അത്രയും സമയമെങ്കിലും നിങ്ങൾ തലേദിവസം ആണെങ്കിലോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആണെങ്കിൽ പോലും ഭഗവത്ഗീത വായിച്ചു നോക്കിയല്ലോ. അതൊരു വലിയ കാര്യമാണ്. കാര്യം അത് ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനല്ലേ ഭഗവത്ഗീത വായിച്ചിട്ട്. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളും ഗുരു പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ഇതിന്റെ ഒരു പേരിൽ, ഈ ഒരു എക്സാം എഴുതുന്നതിന്റെ പേരിലെങ്കിലും അത്രയും നേരം നോക്കാൻ സാധിച്ചിട്ടുള്ളത് അത് വലിയൊരു നേട്ടമാണ്, വലിയൊരു വിജയമാണ്. ഇങ്ങനെ ഒരു ഇത് വെച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കുവോ? അതുകൊണ്ട് അത് വെച്ചതിന്റെ പേരിലെങ്കിലും, അല്ലെങ്കിൽ അത് എടുത്ത് തുറന്നു നോക്കുവോ ആരെങ്കിലും? ഇല്ല. അപ്പൊ ഇത്രയും ചെയ്ത് 10 മാർക്കോ 5 മാർക്കോ എത്രയായാലും ഇത് പങ്കെടുത്തതിന് വലിയ കാര്യമാണ്. ആ സ്വല്പമൽപസ്യ ധർമ്മസ്യ എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ പഠിച്ചതല്ലേ? ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ഒരു അണ്ണാൻ കുഞ്ഞ് എന്താണ് ചെയ്തത്? ഒരു പൊടിയാണ് ഇട്ടത് അല്ലേ? മണ്ണിന്റെ പൊടി കൊണ്ട് ഇട്ടു പാലനം ചെയ്യാനായിട്ട് അല്ലേ?
പക്ഷെ ഭഗവാൻ അതിന് കാരുണ്യം കൊടുത്തല്ലേ, തലോടി അല്ലേ. ഭഗവാന്റെ ഒരു കാരുണ്യം കിട്ടാനായിട്ട് ഓരോ ജീവികളും അതിൻ്റെതായ രീതിയിൽ ഗജേന്ദ്രൻ എന്ത് ചെയ്തു, ഒരു പുഷ്പം അർപ്പിച്ചു. അപ്പോൾ ഓരോ ജീവികളും, ഏത് ജീവിയാണെങ്കിലും മനുഷ്യനാൽ അതിൻ്റെ ആ ഒരു ഭക്തിയുത സേവനത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര ചെറുതാണെങ്കിൽ പോലും ആ കാര്യം ഭഗവാൻ അത് വലുതായിട്ടാണ് എടുക്കുന്നത്. അപ്പം എല്ലാം മറന്നു പോകണം പ്രഭു, എല്ലാം വായിച്ച് പഠിച്ചാൽ മറന്നു പോകും. അത് പ്രഭുജി ഇത്രയും ഒന്നിച്ച് വേണ്ട, ഒക്കുന്നില്ല. അതെല്ലാം കൂടെ വരുമ്പോ എല്ലാം അങ്ങ് തിരിഞ്ഞു പോവാ. മറന്നു ഇത് പോകും, ഇട്ടതിന്റെ എല്ലാം അന്ന് മുതൽ ഞാൻ കുത്തിയിരുന്ന് എഴുതി പഠിച്ചതാ. മറന്നു പോവുക. ഞാൻ ഇത്ര ഒന്നിച്ചെടുക്കാൻ കാര്യം എന്താണെന്ന് മാതാജി, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ശ്ലോകം 72 ശ്ലോകം ഉണ്ട് ഈ അധ്യായത്തില്. അപ്പം ഇത് എന്താ പറഞ്ഞേ, എപ്പോഴും എപ്പോഴും പ്രശ്നോത്തരി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇതാവും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 3-4 പ്രശ്നോത്തരിയിൽ ഇത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം 72 ശ്ലോകങ്ങൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേനും എത്രയാവും ആലോചിച്ച് നോക്കി. അതായത് 2 വർഷമായിട്ട്, രണ്ടാമത്തെ അധ്യായം 2 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് അത് പ്രഭുജി ഒരു ശ്രദ്ധിച്ച് ശ്ലോകം വായിച്ചിട്ട് നമ്മള് ഒരു ശ്ലോകം വായിച്ച് ഭാവാർത്ഥത്തിൽ എല്ലാം നമ്മൾ എഴുതിയിട്ട് അത് വായിച്ച് അടുത്തത് വരുമ്പോ വീണ്ടും അതുപോലെ വരുക. അപ്പൊ ഈ രണ്ടിന്റെ കൂടെ എല്ലാം അങ്ങ് തിരിഞ്ഞു പോവുക. അതാണ് ഈ അതായത് നമ്മള് എന്താ പറയുന്നത്, ഞാനിവിടെ ദോഹയിലെ ഒരു സത്സംഗം എടുക്കുന്ന ഒരു മാതാജിയെ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പം മാതാജിയോട് ചോദിച്ചപ്പോൾ 2-ാം അധ്യായത്തിൽ ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞ്, 2 വർഷത്തിന് അടുത്താകാറായി, 2-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ് കിടക്കുന്നത്, ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഭഗവത്ഗീത മുഴുവൻ എടുത്ത് തീരുന്നേരം വരെ നമ്മളൊക്കെ ജീവിച്ചിരിക്കോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം ഞങ്ങളുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞേക്കാം. ഭഗവത്ഗീത എടുക്കാൻ തുടങ്ങി ഗുരുപ്രഭു, നിങ്ങൾക്ക് ഗുരുപ്രഭുവിനെ അറിയായിരിക്കും അല്ലേ. ഗുരുപ്രഭു എടുക്കാൻ തുടങ്ങി 2017 തൊട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ കയറുന്ന ഭക്തിവർഷ, അത് കഴിഞ്ഞിട്ട് ഭഗവത്ഗീത. അപ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം വെച്ചിട്ടാണ് ഒരു ദിവസം എടുക്കുന്നത്. ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇപ്പോഴും 13-ാമത്തെ അധ്യായത്തിന്റെ പകുതി എടുത്തിട്ട് അദ്ദേഹം ഇവിടുന്ന് റിട്ടയർ ആയി നാട്ടിലേക്ക് പോയി സെറ്റിലായി. അതിനുശേഷം ആ 13-ന്റെ ബാക്കി തൊട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ 15-ൽ എത്തി. ഒരു ദിവസം 2 ശ്ലോകമൊക്കെ വെച്ചിട്ട് ഞാൻ എടുക്കും. കാര്യം അല്ലെങ്കിൽ ഒരു ശ്ലോകം വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോൾ തീരുമെന്ന് പോലും അറിയില്ല. കാര്യം മിക്കവാറും ശ്ലോകങ്ങളിൽ ചിലപ്പം 3-4 ശ്ലോകം ഒരുമിച്ച് എടുത്തിട്ട് അതിന്റെ അർത്ഥം ഒറ്റ അർത്ഥം പറയുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. ഓരോ ശ്ലോകം വെച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നീണ്ടുപോകും. ഭാഗവതമൊക്കെ ആണെങ്കിൽ നമ്മളൊരു ജീവിതകാലം മുഴുവൻ 18,000 ശ്ലോകം തീരണമെങ്കിൽ അത്രേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഓരോ ശ്ലോകം വെച്ചിരുന്നു കഴിഞ്ഞാൽ സമയം അതുപോലെ പോകും, കാലങ്ങൾ നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അത്രയും നാളൊക്കെ ആയുസ് ഇട്ടോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് വേണ്ട ശ്ലോകങ്ങൾ അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് കൊടുത്തും, അല്ലാത്തത് പൊതുവെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പറയേണ്ടത് ഒരുമിച്ച് പറഞ്ഞും മുന്നോട്ട് പോകും. പിന്നെ നിങ്ങൾ ഇത്രയൊക്കെ ശരിയാക്കില്ലോ. ഞാൻ ഓർത്തത് 50% കുറവായിരിക്കും പലർക്കും മാർക്കെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തന്നെ എഴുതി, ഞാൻ ചോദ്യം ഇട്ടപ്പോൾ തന്നെ എനിക്കറിയാം, ഓഫീസിൽ ഇരുന്ന് അവിടെ ഇവിടേക്ക് ഇരുന്നാണ് ഇട്ടത്. ഇട്ടപ്പോഴും എനിക്ക് മനസ്സിലായി കാര്യം ഇത് കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. കാര്യം ഓർത്തിരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. രതീതയും മാതാജി പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാര്യം നമുക്ക് ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് രണ്ടും ഒന്നാണോ? ഞാൻ ചോദ്യം ഇട്ടപ്പോഴും അതുപോലെ തന്നെ എനിക്കും പ്രശ്നം ഉണ്ടായ കാര്യമാണത്. നമുക്ക് തോന്നുക ഇത് രണ്ടും ഒന്നാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അപ്പം എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ പ്രശ്നോത്തരികളൊന്നും മിസ്സാകരുത്. ആ സമയത്ത് ചിലരുടെ ഒളിച്ചോടലും കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? ഇല്ല. നമ്മളത് കേട്ട് അത് ഈ പ്രശ്നോത്തരി അല്ലേ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, നമുക്കറിയാവുന്ന പോലെ അങ്ങ് എഴുതുക. നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഭക്തിയുത സേവനം ചെയ്യുവാണ്. ഭഗവാന്റെ സേവ ചെയ്യേണ്ട ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിലൊരു സേവയല്ലേ അത്. ഇനി നമുക്ക് എന്താണ്, അപ്പൊ ഇനി അടുത്ത അത് ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ 1-2 പ്രശ്നോത്തരിയും കൊണ്ട് 2-ാമത്തെ അധ്യായം തീരും. കാര്യം നമ്മൾ 72 ശ്ലോകം ഉണ്ട്. ഇപ്പൊ എവിടെയാ 48-49 വരെ കൊണ്ട് എത്തിയെന്ന് തോന്നുന്നു അല്ലേ മാതാജി? ജ്ഞാനാംബിക മാതാജി കറക്റ്റ് അറിയാമല്ലോ. 39. 39 വരെ എത്തി. 39 ആയുള്ളൂ. 39 ആയുള്ളൂ. അല്ല, പ്രശ്നോത്തരി 39 ആയി. ഇനി നമ്മൾ എടുത്തത് ശ്ലോകങ്ങൾ എടുത്തത് 47 വരെ എടുത്തു. 48 എടുത്തു പ്രഭു. 48 യോഗസ്ഥ കർമാണി സംഘം തത്വാധനജ്ഞയ. അതായി 48 വരെ എടുത്തു. 48 48 അല്ല 47 അല്ലേ എടുത്ത് നിർത്തിയത്.
നാപ്പത്തെട്ട് 48 എടുത്തു 48 എടുത്തു. ആ ശരിയായിരിക്കാം. അതിന് ഞാനില്ല 47 കഴിഞ്ഞപ്പോഴേ ഞാൻ ആ പോയിരുന്നു. ശരിയാ. ആ അപ്പൊ അപ്പൊ ഇനി 47 അപ്പൊ അത് ഇനി ഒരു രണ്ട് ശരി. ക്ലാസ് കൂടെ കഴിഞ്ഞായിരിക്കാം ചിലപ്പോ ഇനി ഇടുന്നത്. ഒരു രണ്ട് പ്രശ്നോത്തരിയും കൊണ്ട് നമുക്ക് ഇനി തീർക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഉം. അധ്യായത്തിലെ പ്രശ്നോത്തരി മാത്രം എല്ലാവരും ഒന്ന് സഹിക്കുക. കുറച്ച് കൂടുതൽ ശ്ലോകങ്ങൾ എടുത്താലേ നമുക്ക് ഇത് തീരുള്ളൂ, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രഭു അടുത്ത് ഇന്ന് നമ്മൾ ക്ലാസ് വേറൊരു ഉണ്ടോ? കാര്യം, കാരണം മഴ ഇടിയും വെട്ടും. ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇനി എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ? ഇല്ല. നമ്മൾ വേറെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തീരുവാണ്. ഒന്ന് ആ ആയിക്കോട്ടെ പ്രഭു. വിഷുവിന്റെ ആ പാസ്റ്റ് ടൈംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 10 അപരാധങ്ങൾ എന്ന് പറഞ്ഞില്ല. 10 അപരാധങ്ങള്, പിന്നെ അത് പറയാം അത് ചെയ്തോതർപ്പണം, പറയാം. അത് രണ്ടുപേരോട് പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്നു, പഠിച്ചുകൊണ്ട് വരാനുണ്ട്. അത് അവര് വന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും അതും ഉണ്ടാവും. പിന്നെ അടുത്തത് നമ്മള് സംസാരധാവ ഗുരു അഷ്ടകം. പത്മമാതാജിക സതി മാതാജിയും പത്മമാതാജിയും ഗുരു അഷ്ടകം. അപ്പൊ അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരാ വായിക്കണ്ടേ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വിഷുവിന്റെ പാസ്റ്റ് ടൈംസ് നമുക്ക് നോക്കാം. വിഷു എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രീതിയിൽ അറിയപ്പെടുന്നു. അതായത് രാവും പകലും ഒന്നാകുന്ന ദിവസം, അതായത് ഉത്തരായനവും ദക്ഷിണായനവും എന്താണ് തുല്യമായിട്ട് വരുന്ന സമയം. നമുക്ക് ചിലപ്പോൾ സൂര്യൻ കുറച്ച് എന്താ പറയുക തെക്കോട്ട് മാറി നിൽക്കുന്നതായിട്ട് തോന്നും. ചിലപ്പോൾ സൂര്യൻ കുറച്ച് വടക്കോട്ട് മാറി നിൽക്കുന്നത്, നേർരേഖയിലല്ല വരുന്നത്, അല്ലെ, നേരെ കിഴക്കല്ല വരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. വിഷുവിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അപ്പൊ ഇത് രണ്ടും സൂര്യൻ കൃത്യമായിട്ട് നേർരേഖയിൽ ഉദിക്കുക. അപ്പൊ രാവും പകലും തുല്യമാകുന്നു, അല്ലെ. ആ ഒരു ദിവസമാണ് വിഷു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മളുടെ ഈ ജ്യോതിഷപരമായ മാസം തുടങ്ങുന്ന, അല്ലെങ്കിൽ രാശികളൊക്കെ തുടങ്ങുന്ന മേടത്തിൽ നിന്നാണ്. മേടം തൊട്ടാണ് മാസം തുടങ്ങുന്നത്. നമ്മൾ മലയാളം കൊല്ലവർഷത്തിൽ പറയുമ്പോൾ ചിങ്ങം മുതലാണ് തുടങ്ങുന്നതെങ്കിലും മറ്റേ ശരിക്കും ഒരു പുതുവർഷ ആരംഭമാണ് ഈ പറയുന്ന വിഷു. മേടം 1 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ജ്യോതിഷാണ് തുടങ്ങുന്നത് മേടം തൊട്ടാണ്. മേടം, ഇടവം, മിഥുനം അങ്ങനെ പറഞ്ഞ രാശി തുടങ്ങുന്നത്. ഒന്നാമത്തെ രാശി മേടരാശിയാണ്. അപ്പൊ മേടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആടല്ലേ, ആട്. മേടം എന്ന് പറഞ്ഞാൽ ആട്. ആടിന്റെ രൂപത്തിലാണ് ആ രാശി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ ആടിന്റെ രൂപത്തിൽ വരും. അതുകൊണ്ടാണ് മേടം രാശി എന്ന് പറയുന്നത്. ഇടവം എന്താണ്? ഇടവം കാള. നോക്കാം. കാള. മിഥുനം പഞ്ചാംഗം എടുത്തു വെച്ചെങ്കിൽ എന്റെ കൃത്യമായിട്ട് മിഥുനം യുവമിഥുനങ്ങൾ, ഒരാണും പെണ്ണും നിൽക്കുന്ന രീതിയിലാണ്. കർക്കിടകമോ? ഇരുട്ടില്ല. കർക്കിടകം ഞണ്ട്. പിന്നെ അടുത്തത് ചിങ്ങം സിംഹം. കന്നി കന്യക. തുലാം ത്രാസ്. വൃശ്ചികം വിഷം പൂച്ചെന്ന് കേട്ടിട്ടില്ല? അതെന്താണ്? വൃശ്ചികത്തിന്റെ വാലിലാണ് വിഷം ഇരിക്കുന്നത്. തേള്. പിന്നെ വൃശ്ചികം ധനുസ് അല്ലേ. മകരം മകരമത്സ്യം എന്ന് കേട്ടിട്ടുണ്ടോ? മുതല ഒരു മാനിനെ പിടിച്ച് തിന്നുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. മുതല ഒരു മാനിനെ പിടിച്ചിട്ട് ഇങ്ങനെ തിന്നുന്ന ഇതിലാണ് ഇരിക്കുന്നത് ആ രാശി. എന്നാൽ ഇതേ രാശിയിൽ ഇതേ രൂപത്തില് നമ്മൾ അന്തരീക്ഷത്തിൽ നക്ഷത്രങ്ങൾ കൂടി നിൽക്കും. ആ രാശി നമ്മുടെ തലയ്ക്ക് നേരെ ഉദിക്കുന്ന സമയത്ത്. ഒരു രാശി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു രാശിചക്രം എത്രയാണ്? 360 ഡിഗ്രിയാണ്. നമ്മുടെ ചുറ്റുമുള്ള സർക്കിളാണ്, അല്ലെ. 360 നമ്മൾ 12 ഡിവൈഡ് ചെയ്തിട്ട് 30 ഡിഗ്രിയുള്ള രാശിയാണ് ഈ പറഞ്ഞ ഓരോ 30 ഡിഗ്രിയുള്ള രാശിയാണ് നമ്മൾ പറഞ്ഞത്. അതിലിപ്പോ എവിടം വരെ വന്നു? മകരമത്സ്യം പറഞ്ഞു. മകരം അടുത്ത കുംഭം. എന്താണ്? കുടം. നിറകുടം തുളുമ്പില്ല എന്ന് കേട്ടിട്ടില്ലേ? കുംഭം. അതുപോലെ തന്നെ കുടമാണ്. പിന്നെ അടുത്ത് എന്താണ്? മീനം. അവസാനത്തെ രാശിയാണ്, 12ാമത്തെ രാശിയാണ് മീനം. മീനം എന്താണ്? മത്സ്യം, മീൻ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ 12 രാശികള് 30 ഡിഗ്രി എന്നുള്ള 12 രാശികളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് മേടം 10 എന്ന് പറഞ്ഞാൽ 10ാമത്തേതിനാണ്
എന്താണ് ഈ പറയുന്ന സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ ഉദിക്കുന്ന ദിവസം. 10-ാം തീയതി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയറിത്താമസം അടക്കം ഒരുപാട് നടുതലകളൊക്കെ വീട്ടിൽ വെക്കുമല്ലോ. അപ്പൊ ഒരുപാട് നമ്മളുടെ പ്രകൃതിയില് പുഷ്പങ്ങളൊക്കെ അണിയും. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന കൊന്നപ്പൂ ഒക്കെയാണ് അല്ലേ. കൊന്നപ്പൂ, മഞ്ഞപ്പൂക്കളൊക്കെ ഒരുപാട് വിരിയും. അപ്പൊ പ്രകൃതിക്ക് തന്നെ നല്ലൊരു മാറ്റമാണ്. അപ്പൊ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ അറിയപ്പെടുന്നു. അപ്പൊ നമ്മള് വിഷുവിനെ പറ്റി പറയുമ്പോൾ അതില് പരശുരാമൻ മഴു എറിഞ്ഞ് ആണല്ലോ കേരളം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പരശുരാമൻ ആരാണ്? ശരിക്കും ഭഗവാന്റെ ശക്തിയാവശ്യ അവതാരമാണ്. നേരിട്ട് ഭഗവാനല്ല, ഭഗവാന്റെ ശക്തി മാത്രം കൊടുത്തിട്ടുള്ള ഒരു അവതാരമാണ് ശക്തിയാവശ്യ അവതാരം. അപ്പൊ പരശുരാമന്റെ അച്ഛനും അമ്മയും ആരായിരുന്നു? ജമദഗ്നി മഹർഷി. ജമദഗ്നി മഹർഷിയും രേണുകയുമാണ് അച്ഛനും അമ്മയും. അപ്പൊ ഇവര് ഇവരുടെ വീട്ടിലൊരു കാമധേനു ഉണ്ടായിരുന്നു. ആ കാമധേനുവിനെ കാർത്തിവീരാർജുനൻ എന്ന് പറഞ്ഞ ക്ഷത്രിയൻ വന്ന് അപഹരിച്ചുകൊണ്ട് പോയതിന്റെ വിരോധമായിട്ട് അതിനെ തടഞ്ഞതിന്റെ പേരില് ജമദഗ്നി മഹർഷിയെ ഈ പറയുന്ന കാർത്തിവീരാർജുനൻ വധിച്ചു. അതിന് പകരമായിട്ട് 21 വട്ടം ലോകം മുഴുവനും ചുറ്റി നടന്ന് അധാർമികരായിട്ടുള്ള ക്ഷത്രിയരെ വധിക്കുക എന്നുള്ളതായിരുന്നു പരശുരാമന് ഭഗവാൻ കൽപ്പിച്ചിട്ടുള്ള ആ ഒരു ക്ഷത്രിയർ എന്താണ് ഭയങ്കര ദുർനടപ്പും, അതായത് ഈ മദ്യപാനാസക്തി ആകുകയും ഭയങ്കര ദുർനടപ്പും രാജ്യങ്ങളൊക്കെ അതിക്രമിച്ച് കീഴ്പ്പെടുത്തുകയൊക്കെ അങ്ങനെ അത്രയും ദുഷിച്ചു പോയ ആ സമയത്ത് സത്യയുഗത്തില് ഈ തന്നെ ഈ പറയുന്ന പരശുരാമൻ ഇത് ആരംഭിച്ചു. അങ്ങനെ പരശുരാമൻ ത്രേതായുഗത്തിൽ വന്ന് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വഴിക്ക് വെച്ചിട്ട് ആരെ കണ്ടത്? ശ്രീരാമചന്ദ്രനെ കണ്ടത്. അവരെവിടുന്ന് എങ്ങോട്ട് പോന്നപ്പോഴായിരുന്നു? സീതാ സ്വയംവരം കഴിഞ്ഞ് പോരുമ്പോ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ, ക്ഷത്രിയൻ എന്നാകിലും നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്വിൻ, അല്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, ഞാനല്ലോ ബലാൽ ശൈവജാപം കണ്ണിച്ചതെന്റെ കയ്യിലുണ്ടൊരു ജാപം, വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇത് കൊണ്ട് സത്വരം പ്രയോഗിക്കിൽ എന്നോട് യുദ്ധം ചെയ്വിൻ. നിങ്ങളിത് പഠിച്ചിട്ടില്ലേ? സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ പലരും? അപ്പൊ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും രാമനുണ്ടോ? എന്റെ പേരെന്താണ്? ഭാർഗവരാമൻ. അപ്പൊ നീ വേറൊരു രാമനോ, ഡ്യൂപ്ലിക്കേറ്റ് രാമനോ എന്നുള്ള രീതിയിൽ അങ്ങനെ ശ്രീരാമചന്ദ്രനെ തടയുകയും അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ ഒരു ശാപം കൊലയ്ക്കാൻ ഒരുങ്ങിയ സമയം നാരായണ രൂപത്തിൽ പരശുരാമൻ ദർശനം കിട്ടുകയും അങ്ങനെ പരശുരാമൻ ക്ഷമയൊക്കെ ചോദിക്കുകയും പരശുരാമന്റെ ശക്തികൾ മുഴുവൻ തിരിച്ച് ശ്രീരാമചന്ദ്രന് കൊടുക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു രംഗമാണ് കണ്ടത്. അപ്പൊ ഇങ്ങനെ ക്ഷത്രിയരൊക്കെ 21 വട്ടം നടന്ന് ഇതൊക്കെ ചെയ്ത് എന്താ പറയുക യുദ്ധമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം തോന്നി. ഒരുപാട് കാര്യം ഭഗവാൻ നിയോഗിച്ച ഒരു ടാസ്ക് ആണെങ്കിൽ കൂടിയും എന്താണ് ചെയ്തത്? കൊലപാതകമല്ലേ ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഇതിന് പരിഹാരം കാണാനായിട്ട് എന്താണ്? ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. ഇത് മാത്രമാണ് ഒരു പരിഹാരം അല്ലേ? ഇത്രയും കൊലപാതകമൊക്കെ ചെയ്താണല്ലോ. കാര്യം ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാന്റെ അധാർമികളെ വധിച്ചു എങ്കിൽ കൂടിയും അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്ത്? പരശുരാമൻ തീരുമാനിച്ചു ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യാണ്ട് തീരുമാനിച്ചു. എന്നിട്ട് സമുദ്രത്തിനടിയിൽ ആണ്ടുപോയ ഭൂമിയായിരുന്നു കേരള ഭൂമി. അപ്പൊ ഒരു മഴുവെറിഞ്ഞ് എന്ത് ചെയ്ത്? കന്യാകുമാരിയിൽ നിന്ന് മഴുവെറിഞ്ഞ് ഗോകർണം വരെയുള്ള ഭാഗം കടല്, നേരത്തെ അത് ഭൂമി ഉണ്ടായിരുന്നു, അത് കടലിനടിയിൽ ആണ്ടുപോയതാണ്, അത് വീണ്ടെടുത്തു. അങ്ങനെ പരശുരാമൻ വീണ്ടെടുത്ത കേരള ഭൂമി ഉണ്ടായി. അങ്ങനെ ഈ കേരള ഭൂമി ബ്രാഹ്മണർക്ക് ലൈല മാതാജി മാതാജി അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ഈ ഭൂമി വീണ്ടെടുത്ത ഭൂമിയാണ്. അങ്ങനെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കേരള ഭൂമി. ദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്? ഉപ്പാണ് മുഴുവൻ. സമുദ്രത്തിൽ നിന്ന് വന്നല്ലേ, മുഴുവൻ ഉപ്പാണ്. ഉപ്പ് കൊണ്ട് എവിടെയെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? ഒരു സാധനം, ഒരു തൈ നട്ടു കഴിഞ്ഞാൽ പോലും ഉപ്പുള്ളിടത്ത് കിളുക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണരെല്ലാം ഈ ഒരു വിഷമം പരശുരാമനെ അറിയിച്ചു. അപ്പൊ ബ്രാഹ്മണരോട് പരശുരാമൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമി തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അനന്തനെ ധ്യാനിച്ചു. അപ്പോൾ അദ്ദേഹം അനന്തനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ, അനന്തൻ ആരാണ്? ബലരാമൻ അല്ലെങ്കിൽ ശേഷനാഗം, മഹാവിഷ്ണുവിന്റെ കിരീടമായിട്ടും കൊടയായിട്ടൊക്കെ ഇരിക്കുന്ന നാഗം. അത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു?
അനന്തകോടി നാഗങ്ങളെ കേരള ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഈ നാഗങ്ങളെല്ലാം ഓടി നടന്ന് എന്ത് ചെയ്തു? ഉപ്പ് മുഴുവനും ഭക്ഷിച്ച് കൃഷിയോഗ്യമായ മണ്ണാക്കി മാറ്റി. അതുകൊണ്ടാണ് കേരള ഭൂമി പ്രത്യേകിച്ച് നാഗത്തിന്റെ ആരാധന വന്നതും നാഗത്തിനോട് നമ്മൾക്കെല്ലാം കൂടുതൽ അറ്റാച്ച്മെന്റ്, നമ്മളുടെ വീടിന്റെ പരിസരവും നമ്മളുടെ തറവാടുകളിലും മൂലജന്മ തറവാടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നാഗാരാധന വന്നതും. കാര്യം ഈ കാവുകളും ഇതൊക്കെ നമ്മളുടെ പ്രകൃതിക്ക് പ്രകൃതിക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്നവയാണ്. അതിനെ നമ്മൾ ഉപേക്ഷിക്കാനോ അതിനെ നമ്മൾ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. കാര്യം ഈ നാഗാരാധന നമുക്ക് കിട്ടി ഈ ഭൂമിയിൽ തന്നെ, അവരാണ് ഇതിന്റെ ഉടമ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് വർഷത്തിലൊന്ന് ആരാധിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പം ഈ സന്തതി പരമ്പരകളായിട്ടുള്ള ദോഷങ്ങള് പല തറവാടുകളിൽ ഇങ്ങനെ വരുന്നതിന്റെ കാര്യം നാഗാരാധന നിർത്തിപ്പോയതും നാഗങ്ങളുടെ സർപ്പക്കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് എന്ത് ചെയ്തു അവിടെയൊക്കെ കെട്ടിടങ്ങൾ പണിയുകയും അതുപോലെ തന്നെ അവിടെ ഭൂമിക്ക് കൃഷിഭൂമിയാക്കി അങ്ങനെയൊക്കെ ചെയ്ത് പല കാര്യങ്ങളും പലരും കാരണവന്മാരായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ തലമുറകളായിട്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു പോരുവാണ്. ഇപ്പം ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മറ്റു സമുദായക്കാർക്കൊന്നും കുഴപ്പമില്ലല്ലോ, ഹിന്ദുക്കൾക്കും അതുപോലെ ഹിന്ദുക്കളിലെ ചില പ്രത്യേക വിഭാഗക്കാർക്കും കൂടുതൽ പ്രശ്നങ്ങളാണല്ലോ. ഇതിന്റെ ഒരു കാരണം ഇതാണ്. ശാസ്ത്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നാഗക്ഷേത്രങ്ങൾ തകർത്ത് കുടുംബപരമായിട്ടുള്ള നാഗാരാധനയൊന്നും ചെയ്യാതെ പോരുന്നു. കാര്യം നാഗത്തിനെ നമ്മളിങ്ങനെ ഡെയിലി പോയി ആരാധിക്കേണ്ട കാര്യമില്ല, അവരെ നമ്മൾ ഉപേക്ഷിക്കരുത്. അവർക്ക് എന്താണ് വർഷത്തിൽ ഒന്നൊരു 100 പാലും കൊടുത്താൽ മാത്രം മതി. ഡെയിലി പൂജ ചെയ്യണമെന്നോ വിളക്ക് കത്തിക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ആ ഭാഗം പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കണം, അല്ലെ? ഒരു കാടും അതുപോലെ ക്ഷേത്രങ്ങളും അത് പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചിട്ട് അവിടേക്ക് മറ്റുള്ള ഹീനജന്തുക്കളൊന്നും കയറി പോകാതിരിക്കാൻ സംരക്ഷിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഈ ചെയ്തു വന്നിരുന്ന സ്ഥലം, അപ്പൊ ഇങ്ങനെ ആ ഒരു നാഗാരാധന ചെയ്തു വന്ന ഈ സ്ഥലത്ത് അങ്ങനെ നാഗങ്ങളാണല്ലോ ഇതിന്റെ മൂലകാരണം. നമ്മളുടെ കേരള ഭൂമി കിട്ടി കൃഷിക്ക് അനുയോജ്യമായി നമ്മൾ അവരോട് നന്ദി രേഖപ്പെടുത്തണം, അല്ലെ? നമുക്ക് ഒരു ഉപകാരം ചെയ്ത ആൾക്കാരോട് നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സർപ്പസത്രം നടത്തിയത് ജനമേജയൻ. എന്തിനാണ് ജനമേജയൻ സർപ്പസത്രം നടത്തിയത്? ആരാണ് ജനമേജയൻ? ജനമേജയൻ പരീക്ഷിത് മഹാരാജാവിന്റെ മകനാണ്. പരീക്ഷിത് മഹാരാജാവിന് എന്താണ്? തക്ഷകൻ കടിച്ചു മരിച്ചു, അല്ലെ? 7 ദിവസം സപ്താഹം കിട്ടി. നമുക്കിപ്പോ സപ്താഹം കിട്ടാനുള്ള കാര്യം എന്താണ്? പരീക്ഷിത്ത്, അല്ലെ? അപ്പൊ പരീക്ഷിത്ത് 7-ാം നാൾ തക്ഷകൻ കടിച്ച് മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ജനമേജയൻ എന്ത് ചെയ്തു? ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ നാഗങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി സർപ്പസത്രം നടത്തി, വലിയ യാഗം നടത്തിയിട്ട് തക്ഷകനെ അതിൻ്റെ അകത്ത് യാഗാഗ്നിയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരുപാട് നാഗങ്ങൾ അതിൽ വീണ് വെന്തു മരിച്ച് അങ്ങനെ ഇരിക്കും. തക്ഷകൻ വരെ പുകഞ്ഞ് പുറത്ത് ചാടുന്ന ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞപ്പോൾ നവനാഗങ്ങളിൽ പെട്ടതാണ് തക്ഷകൻ. അറിയാമല്ലോ ഏതൊക്കെ നാഗങ്ങളാണുള്ളത്? അനന്തം, വാസുകീം, ശേഷം, പത്മനാഭ, ചകമ്പലം, ശംഖപാലം, ധാർത്തരാഷ്ട്രം, തക്ഷകം, കാളിയം, തഥാ. ഇതാണ് നവനാഗ സ്തോത്രം. അനന്തം, വാസുകീം, ശേഷം, പത്മനാഭ, ചകമ്പലം, ശംഖപാലം, ധാർത്തരാഷ്ട്രം, തക്ഷകം, കാളിയം, തഥാ. ഈ 9 നാഗങ്ങൾ അതിൽ പെട്ടതാണ് തക്ഷകൻ. അപ്പൊ തക്ഷകനാണല്ലോ കടിച്ച് മരിച്ചത്. അപ്പൊ തക്ഷകനെ വരുത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഈ നവനാഗങ്ങളിൽ തക്ഷകൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇടപെട്ടിട്ട് ഈ പറയുന്ന സത്രം നിർത്തിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ശരീരത്തിനും മാതാചന്ദ്രൻ പറഞ്ഞോ? അപ്പൊ ഈ സർപ്പസത്രം നിർത്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാഗങ്ങൾ വെന്തു മരിച്ചു. അപ്പൊ അതിന്റെ ശാപം എന്ന് പറഞ്ഞ ഭയങ്കര ശാപമാണ്. അപ്പൊ ഈ ജനമേജയൻ എന്ത് ചെയ്തു? ദേഹം മുഴുവനും പാണ്ടും പതകരിയും വ്രണങ്ങളുമായി കുഷ്ഠം പോലത്തെ രോഗങ്ങളായി. എന്നിട്ട് അദ്ദേഹം ഗുരുവായൂർ വന്ന് 41 ദിവസം ഭജനം ഇരുന്നായിട്ടാണ് നമ്മളുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നിയും കൂടി വന്ന്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് മണ്ണാറിയ സ്ഥലത്താണ് എന്താണ് മണ്ണാറശാല പ്രതിഷ്ഠിച്ചത്. അനന്തനെ പ്രതിഷ്ഠിച്ചു. അത് ആ വീട്ടിലെ അന്തർജനത്തിന്റെ മകനായിട്ട് വാർപ്പിന്റെ വലിയ ഒരു ഉരുളിയുടെ അടിയിലാണ് ഒരു മൊട്ട വിരിഞ്ഞാണ് അത് വന്നത്. അങ്ങനെ മണ്ണാറശാലയായി. പിന്നെ
യാഗശാലയിൽ വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് ആദിമൂലം, വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം. അങ്ങനെ കുറെ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു? പരശുരാമൻ എന്ത് ചെയ്തു? ഈ കുറെ സംഭവങ്ങൾ ഇപ്പൊ നടന്നല്ലോ അല്ലെ. സർപ്പസത്രം നടന്നു, അങ്ങനെ പല കാര്യങ്ങളും നടന്നു. അപ്പം ഈ പറയുന്ന ഭൂമിക്ക് കിട്ടിയ ശാപങ്ങളും എല്ലാം മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സർപ്പശാപം എല്ലാം മാറ്റാൻ വേണ്ടി അദ്ദേഹം 108 ദുർഗാലയങ്ങള്, 108 വിഷ്ണു ക്ഷേത്രങ്ങള്, 108 ശിവാലയങ്ങൾ സൃഷ്ടിച്ചു. ഇന്ത്യ മൊത്തം നടന്ന്. അങ്ങനത്തെ 108 ദുർഗാലയങ്ങളൊക്കെ നിങ്ങളുടെ പല അടുത്തും ഉണ്ടായിരിക്കും അല്ലെ. 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ദേവീക്ഷേത്രങ്ങളും ശിവാലയങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റുമാനൂര്, കടുത്തുരുത്തി, വൈക്കം ഒക്കെ ഇതിൽ പെട്ടതാണ്. അതേപോലെ നമുക്ക് ആ ലിസ്റ്റ് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ തന്നെ കാണാം 108 ശിവാലയങ്ങൾ, ഇതെല്ലാം അദ്ദേഹം പ്രതിഷ്ഠിച്ചു. പിന്നീട് ബുദ്ധമതക്കാർ വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? കുറെയൊക്കെ അവര് തച്ചുടച്ച് കളഞ്ഞിട്ട് പിന്നെ ശങ്കരാചാര്യരാണ് അത് വീണ്ടെടുത്തത്. അപ്പൊ അങ്ങനെ ആചാരങ്ങളൊക്കെ അതിൽ വീണ്ടെടുത്ത് ശങ്കരാചാര്യനാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ഇദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ഈ വടക്കുംനാഥ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അറിയാമല്ലോ, അദ്ദേഹമാണ് പ്രതിഷ്ഠ ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥാനമുണ്ട്, പരശുരാമന്റെ സ്ഥാനം. അവിടെ പോയിട്ടുള്ളവർ പലരും കണ്ടിട്ടുണ്ടാവും. പിന്നെ തൃശ്ശൂരുള്ള ഭാരതി മാതാജിക്കും ഒക്കെ അറിയാമായിരിക്കും, ഉഷാമണി മാതാജിക്കൊക്കെ. അപ്പൊ ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ബ്രാഹ്മണരോട്, അപ്പം ഈ പരശുരാമൻ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ബ്രാഹ്മണര് ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ എപ്പോൾ എന്ത് ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ അപ്പോൾ ഓടിയെത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ അടുക്കൽ പറയുക, എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രാഹ്മണരുടെ 1-2 തലമുറ കഴിഞ്ഞപ്പോൾ അവരൊക്കെ പിതൃക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പരശുരാമൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, ഇതേപോലെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും. അപ്പൊ ഇത് ഈ കുറച്ചുകൂടെ അങ്ങ് വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? അവർക്ക് നാസ്തിക ഭാവം വളരെയല്ലേ, കുറച്ചുകൂടി ദൈവവിശ്വാസം ഇല്ലാതെ വരിക, അതായത് കുറച്ച് കാര്യങ്ങളിലൊക്കെ എതിർപ്പ്, ഇങ്ങനെയാണോ അങ്ങനെയാണോ. അപ്പം ഈ പിൻതലമുറക്കാർ എന്ത് ചെയ്തു? ഇതൊന്ന് ശരിയാണോ, പൂർവികർ വെറുതെ കള്ളക്കഥ പറയുന്നതാണോ, ഇത് കെട്ടുകഥയാണോ എന്നറിയാൻ പരശുരാമൻ വരുമോ എന്നറിയാനായിട്ട് പരശുരാമനെ വിളിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ പരശുരാമനെ സ്മരിച്ചപ്പോൾ പരശുരാമൻ തത്സമയം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പരശുരാമൻ ചോദിച്ചു, എന്തിനാണ് എന്നെ സ്മരിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവർക്ക് ബബ്ബയായിപ്പോയി. എന്താ പറയേണ്ടത്? വെറുതെ വിളിച്ചതല്ലേ, വരുമോന്നറിയാനായിട്ട്. അപ്പൊ പരശുരാമൻ ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ശാപം കൊടുക്കുവാണ്, കൊടിയ ശാപം അല്ലെ. ബ്രാഹ്മണർക്ക് ഒരിക്കലും ഐശ്വര്യം ഇല്ലാതായി തീരട്ടെ. അതുപോലെ തന്നെ അതറിയാമല്ലോ, ഇപ്പോഴും ബ്രാഹ്മണർക്ക് ഒരുപാട് ശാപം കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്, പരശുരാമന്റെ ശാപവും. അങ്ങനെ ശാപം കിട്ടിയപ്പോൾ അവർ ശാപമോക്ഷത്തിനായിട്ട് പരശുരാമന്റെ കാലിൽ വീണ് കേണപേക്ഷിച്ചു. അതിന്റെ ഫലമായി പരശുരാമൻ ശാപമോക്ഷം കൊടുത്തു. എല്ലാ ദിവസവും ഈ പറയുന്ന മേട 1-ന്, മേട 1 എന്ന് പറഞ്ഞാൽ വളരെ വിഷ്ണു പൂജ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസമാണ് മേട 1. ആ മേടമാസത്തിലെ ആദ്യത്തെ ദിവസം മേടപ്പുലരിയില് എന്ത് ചെയ്യണം? വിഷ്ണു പൂജ നിങ്ങൾ ചെയ്യണം. വിഷ്ണു പൂജ ചെയ്യുമ്പോൾ അന്ന് കാർഷിക ഫലങ്ങളെല്ലാം വിളവെടുപ്പിന്റെ സമയമാണ്. അതെല്ലാം വെച്ചിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ട് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്തിട്ട് അതിന്റെ എല്ലാം പാരിതോഷികമായിട്ട് ഭഗവാനായിട്ട് സമർപ്പിച്ചിട്ട് നിങ്ങൾ അത് സ്വീകരിച്ചിട്ട് എടുത്തോളൂ. അപ്പൊ നിങ്ങളുടെ ഈ ശാപങ്ങളെല്ലാം പതുക്കെ പതുക്കെ പൊയ്ക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ വർഷവും നിങ്ങൾ ഇത് ആചരിക്കണം, ഇനി തുടർന്നുള്ള എല്ലാ വർഷവും ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് പരശുരാമൻ മടങ്ങി. അപ്പൊ അന്ന് മുതൽ വിഷ്ണു പൂജയായിട്ട് നടന്നത് ലോപിച്ച് വിഷുവായി മാറി. അപ്പൊ അതില് കണി കാണാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഭഗവാന് ആരാണ്? കൃഷ്ണൻ തന്നെയാണ് അല്ലെ. കണി കാണാൻ ഏറ്റവും ഓമനത്വമുള്ള രൂപവും ഏറ്റവും എന്താണ് നമ്മൾ വാത്സല്യമുള്ളതും ഏറ്റവും ഭംഗിയുള്ളതും, നമുക്ക് എന്താ പറഞ്ഞ 1-ാം തീയതിയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ പൊത്തി വന്നിട്ട് ഏറ്റവും ആദ്യം കാണണ്ട ആ ഒരു വർഷം മുഴുവൻ നമുക്ക് നല്ലത് തരാനായിട്ട് ആ ഒരു കൃഷ്ണനല്ലാതെ വേറൊരാളില്ല. കാര്യം അദ്ദേഹമാണ് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും സൗന്ദര്യമുള്ള വേറൊരാളും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ കൃഷ്ണന്റെ പിന്നീട് അത് വിഷ്ണു പൂജ മാറി 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 അത് വിഷുക്കണി കൃഷ്ണന്റെ ആ ഒരു ഇതിലേക്ക് മാറി. കണി കാണുന്ന നേരം കമലാനേത്രന്റെ അങ്ങനെ ആ ഒരു രീതിയായി മാറി. പിന്നെ കൊന്നപ്പൂവ് വന്നതിന്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, അറിയാമല്ലോ. ഒരു കുട്ടി ഇതുപോലെ ഗുരുവായൂര് ഈ പറയുന്ന കൃഷ്ണനുമായിട്ട് ഭയങ്കര ചങ്ങാത്തായിരുന്നു. കാര്യം എന്താണ്, കുട്ടികൾക്ക് അറിയത്തില്ല, അവരുടെ മനസ്സിൽ കളങ്കമൊന്നുമില്ല. അപ്പം ഈ കുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ ഇതിന് കൂട്ടുകാരില്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ ഇതിന് ഒരു ഉണ്ണി കളിക്കാൻ വരും. ഉണ്ണി എന്നാണ് പേര്. അപ്പൊ അങ്ങനെ ആ ഉണ്ണി വന്ന് കളിക്കാനെല്ലാം കൂടി. അങ്ങനെ വന്നപ്പോഴത്തേനും എന്താ പറയുന്നത്, വളരെ ദരിദ്ര കുടുംബമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഉണ്ണി എന്ത് ചെയ്തു, എന്തായാലും കൂട്ടുകാരന് സമ്മാനം കൊടുക്കണ്ടെന്ന് വെച്ചിട്ട്
ആ, ഭഗവാന്റെ കഴുത്തിലുള്ള മാല എന്ന് പറഞ്ഞാണെന്നും പറയുന്നുണ്ട്. അത് ഊരിക്കൊടുത്തു. ഊരിക്കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഭഗവാന്റെ അവിടെ ചാർത്തിയിരിക്കുന്ന ഒരു മാല കുറവ് വന്നപ്പം അവർ അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് ഈ കുട്ടി ഇത് കൊണ്ടേ നടക്കുന്നത് കണ്ടെന്ന് പലരും പറയുന്നത്. അങ്ങനെ കുട്ടിച്ചോദ്യമായി കുട്ടിയുടെ അമ്മയുടെ അടുക്കലെത്തി. അപ്പൊ അമ്മ, നീ മോഷ്ടിച്ചോ എന്ന് പറഞ്ഞ്, മോഷ്ടിച്ചതല്ല, എനിക്കിത് ഉണ്ണി തന്നാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് ആ ഒരു ഉണ്ണി തന്നാണ് ഗുരുവായൂർ ഉള്ള ഒരു ഉണ്ണി തന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ആരും വിശ്വസിച്ചില്ല. സ്വന്തം അമ്മ പോലും വിശ്വസിക്കാത്ത അവസ്ഥ വന്നപ്പോൾ കുട്ടി ആകെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കുട്ടിയുടെ അമ്മ, നീ ഇനി മേല ഇതുപോലെ മോഷണം ചെയ്യരുത്, കാര്യം നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പട്ടിണി ആയിരുന്നെങ്കിലും നമ്മൾ ഇതുവരെ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഒരു ഗതി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മാല വലിച്ചെറിയുന്നു. ആ വലിച്ചെറിഞ്ഞ മാല ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലാണ്. അതുവരെ പുഷ്പിച്ചിട്ടില്ലാത്ത, കായ്ക്കാത്ത ആ കൊന്നമരം അതെന്താ സ്വർണ്ണ നിറത്തിലുള്ള അനേകായിരം പുഷ്പങ്ങളോട് കൂടി ഇങ്ങനെ ഞാന്ന് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഓടക്കുഴൽനാഥ് അവിടെ വന്നു. അപ്പൊ ചുറ്റോട് ചുറ്റും കേട്ട് നിന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷാണെന്ന് മനസ്സിലായി. എന്നിട്ട് അശരീരി വന്നു, ഇനി മുതൽ വിഷുക്കണി കാണുമ്പോൾ എന്താണ് ഈ കൊന്ന പൂവും കൂടെ കൂടി കണി കാണാനായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഈ കൊന്ന മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആ മരം എങ്ങനെയാണ് ശാപം കിട്ടിയത്, മരത്തിന് കൊന്ന മരമായി മാറിയത്? ബാലിയെ ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന് ഒളിഞ്ഞു നിന്ന് ഈ മരത്തിന് മറഞ്ഞു നിന്നാണ് കൊന്നത്. അങ്ങനെ പിൽക്കാലത്ത് എല്ലാവരും എന്ത് ചെയ്തു? ഈ കൊന്നമരം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇതിന് ശാപം കൂടെ കിട്ടി. അതെങ്ങനെയായി? അതിന് കായ്കളും പൂക്കളും ഇല്ലാതായി പോയി. അപ്പൊ ഭഗവാനെ പ്രാർത്ഥിച്ചു ഈ മരം. അങ്ങനെ പ്രാർത്ഥിച്ചുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. അടുത്ത ദ്വാപര യുഗത്തില് ഞാൻ തന്നെ ഗുരുവായൂരപ്പനായിട്ട് ഭൂമിയിൽ അവതരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? നിനക്ക് ഈ ശാപം മാറി, അത് മോക്ഷം വളരെ വലിയ സൗഭാഗ്യങ്ങളോട് കൂടി, അതായത് ഒരു നാട് മുഴുവൻ നിന്നെ കണി കണ്ട് ഉണരും എന്നുള്ള ആ ഒരു അനുഗ്രഹം കൂടെ കൂടി കിട്ടി. അങ്ങനെ ആ ശാപം കിട്ടി ആ കൊന്നമരം എന്നുള്ള പേരും മാറി, അത് കണിക്കൊന്നയായി മാറി. അന്ന് മുതൽ അത് കണിക്കൊന്നയായി മാറി, അനുഗ്രഹമായി മാറി. ആ ശാപം ഒരു അനുഗ്രഹമായി മാറി. അപ്പൊ അങ്ങനെ ഗുരുവായൂരപ്പന്റെ ആഭരണങ്ങളായിട്ടാണ് നമ്മൾ കൊന്നപ്പൂക്കളെ കാണുന്നത്. അങ്ങനെ അതാണ് നമ്മൾ കണി വെക്കുന്നതിനുള്ള സങ്കല്പവും അതിന്റെ ഒരു കഥയും. വിഷ്ണു പൂജ വിഷു ആയിട്ട് വന്നു. വേറെ കുറെ ഐതിഹ്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൃഷ്ണാഭവത്തിലുള്ളവർ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു പാസ്റ്റ് ടൈംസ് ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്ത് 10 അപരാധങ്ങൾ പറയാനായിട്ട് ആരാണ് വന്നിരുന്നത്? ആരാണ് ഏറ്റിരുന്നത്? എന്നാൽ ഞാൻ അമ്പിയ മാതാജി റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ മാതാജി പറഞ്ഞോളൂ. ഞാൻ പുസ്തകം എടുത്തോട്ടെ മാറ്റോ. താമസം ഉണ്ടെങ്കിൽ വേണ്ട, ആരെങ്കിലും പെട്ടെന്ന് സമയമായി, ഇനി ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. എക്സിറ്റ് ഞാൻ ആണെന്നുണ്ടെങ്കിൽ വായിച്ചോട്ടെ. ഞാൻ വായിക്കാം. ഇന്ന് സബിത മാതാജി വായിച്ചിട്ടില്ലല്ലോ, മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തിരുനാമ അപരാധങ്ങൾ. ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തന്മാരെ നിന്ദിക്കുക. ദേവന്മാരായ ശിവൻ, ബ്രഹ്മാവ് ഇവരെ ഭഗവാൻ വിഷ്ണുവിന്റെ തിരുനാമത്തോട് തുല്യമായോ സ്വതന്ത്രമായോ ചിന്തിക്കുക. ആധ്യാത്മിക ഗുരുവിന്റെ കൽപ്പനകളെ ഉല്ലംഘിക്കുക. വൈദിക സാഹിത്യത്തെയോ അതുമായി ബന്ധപ്പെട്ടു വരുന്ന മറ്റു സാഹിത്യങ്ങളെയോ നിന്ദിക്കുക. ഹരേ കൃഷ്ണ മഹാജപത്തിന്റെ മഹത്വത്തിൽ സാങ്കല്പികമാണെന്ന് കരുതുക. ഭഗവാന്റെ തിരുനാമം ഭൗതിക രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുക. ഭഗവാന്റെ തിരുനാമത്തിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. വേദസാഹിത്യത്തിലെ കർമ്മകാണ്ഡങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരു മംഗളകരമായ ധാർമ്മിക കർമ്മമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എന്നു കരുതുക. ഭഗവാന്റെ തിരുനാമ മഹിമകളെക്കുറിച്ച് അവിശ്വാസിയായ വ്യക്തിയെ ഉപദേശിക്കുക. നാമമാഹാത്മ്യത്തെ കുറിച്ച് പല നിർദ്ദേശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷവും തിരുനാമ ജപത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലാതിരിക്കുകയും ഭൗതിക ആഗ്രഹങ്ങളെ വച്ചു പുലർത്തുകയും ചെയ്യുക. ഒരു വൈഷ്ണവൻ തന്റെ കൃഷ്ണപ്രേമമാകുന്ന ആധ്യാത്മിക ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിനു വേണ്ടി ഇത്തരം അപരാധങ്ങളിൽ നിന്ന് സുരക്ഷ നേടേണ്ടതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. അപ്പൊ 10 അപരാധങ്ങളും നമ്മൾ വായിക്കുക മാത്രമല്ലാതെ നമ്മൾ അതിലെ അപരാധ രഹിതമായിട്ട് എങ്ങനെ നാമം ജപിക്കാം എന്ന് നമ്മളത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇപ്പോഴും വായിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുന്നത് എന്തിനാണ്? ആ ഓർമ്മ നമ്മളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണാതെ
നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ഈ 10 അപരാധങ്ങൾ. എന്നിട്ട് അത് നമ്മൾ ആചരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് നമ്മള് എന്താ പറയുന്നത്, വിലാസിനി മാതാജി നമ്മളെ ഈ ഒരു എന്താ പറയുന്നത് ചേതോദർപ്പണം ശിക്ഷാഷ്ടക മാതാജിക്ക് അറിയാമോ? മാതാജിയെ കാണുന്നില്ല. എന്നാൽ ഞാൻ അതെല്ലാം ചേതോദർപ്പണമാർജനം ഭവമഹാ ദാവാഗ്നി നിർവാപണം ശ്രേയാ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവതോ ജീവനം ആനന്ദാംബുദിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം നാംനാമകാരി ബഹുധാ നിജ സർവശക്തിസ്തത്രാർപ്പിതാ നിയമിതാ സ്മരണേന കാലഃ യദാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശമിഹാ ജനിനാനുരാഗ തൃണാതവി സുനീചേന തരോരവി സകൃഷ്ണിന അമാനീന മാനദേന കീർത്തനീയ സദാ ഹരി നദനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകീ ത്വയി ഐനന്ദതനൂജ കിങ്കരം പതിതാം മാ വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളീ സദൃശ്യം